പര്യടന പരിപാടികൾ കഴിഞ്ഞു, നോമിനേഷനിലേക്ക് കടക്കുകയാണ്. എങ്ങനെയാണ് ഈ ആത്മവിശ്വാസം കൂടുതൽ വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണോ ഓരോ ദിവസം കഴിയുന്നത്? കണ്ടില്ലേ, രാവിലെ തന്നെ ജനക്കൂട്ടം. നഗരത്തിലാണിത്. നാട്ടിൻപുറത്തൊക്കെ ആണെങ്കിൽ അത് സ്വാഭാവികമാണ്. ഞാൻ ഒരു 10ലേറെ തെരഞ്ഞെടുപ്പിന്റെ പ്രവർത്തനത്തിൽ ഭാഗമാക്കാണ് ഈ നഗരത്തിൽ. എനിക്ക് ഇതുവരെ ഇല്ലാത്ത അനുഭവമാണ്. തോട്ടത്തിൽ രവി പറയായിരുന്നു, അദ്ദേഹം MLA ആകുന്നതിന് മുമ്പ് കോർപ്പറേഷൻ മേയർ, ഈ നാട്ടിലെ എല്ലാ പ്രവർത്തനത്തിനും പങ്കാളിയാണ്. ഇങ്ങനെ ഒരു ആവേശകരമായ ജനക്കൂട്ടത്തെ ഞങ്ങൾ കണ്ടിട്ടില്ല. ഒരു മാറ്റത്തിന് വേണ്ടി അവർ ആഗ്രഹിക്കുന്നു, ഇടതുപക്ഷത്തെ അവർ വിശ്വസിക്കുന്നു. ആ വൈകാരികതയാണ് ഞങ്ങൾ തമ്മിലുള്ള അടുപ്പം. ഈ നോമ്പുകാലമാണ്, ദുഃഖവെള്ളിയാണ്, ഇത്തരം സാഹചര്യങ്ങളൊക്കെ ഉണ്ട് അല്ലേ? എന്നിട്ടും ജനങ്ങൾ വന്ന് സ്വീകരിക്കുന്നു, സ്ഥാനാർത്ഥിയോട് വളരെ അടുപ്പം കാണിക്കുന്നു, ഇടതുപക്ഷം ജയിക്കണമെന്ന വികാരം അവർ ഉയർത്തിക്കൊണ്ടുവരുന്നു. രാഷ്ട്രീയ സാഹചര്യങ്ങൾ മാറുകയാണ്. നേരത്തെ SFIO ആണെങ്കിൽ ഇപ്പോൾ ED തന്നെ നേരിട്ട് കളത്തിലിറങ്ങുകയാണ്. ഈ EDയുടെ വരവിനെ ഒരു രാഷ്ട്രീയമായി നിങ്ങൾ കാണുന്നുണ്ടോ? ED എന്ന് പറഞ്ഞാൽ ഇലക്ഷൻ ഡ്യൂട്ടി എന്നാണ് ഇപ്പോൾ പറയുന്നത്. കേജ്രിവാളിനെ അറസ്റ്റ് ചെയ്ത് ജയിലിലാക്കിയത് എന്തടിസ്ഥാനത്തിലാണ്? അദ്ദേഹത്തിനെതിരായ പരാതിയിൽ പിടികൂടിയ ഒരു കമ്പനിയുടെ ഡയറക്ടർ മാപ്പ് സാക്ഷിയാക്കിയിട്ട് അടിസ്ഥാനരഹിതമായ ഒരു ആരോപണം, ആ മാപ്പ് സാക്ഷി പറഞ്ഞതാണ് ഇദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യാൻ ഉപയോഗിച്ച ആർഗ്യുമെന്റ്. ഇതെന്തൊരു തോന്നിവാസം! ഇതുപോലെ തന്നെയാണ് ഹേമന്ത് സോറനെ പിടിച്ചത് ജാർഖണ്ഡ്. ഒരഴിമതിയും ഇതുവരെ തെളിയിക്കാൻ പറ്റിയിട്ടില്ല, ജയിലിലിട്ടിരിക്കുക. ഈ BJP ആഗ്രഹിക്കുന്ന വിധത്തിൽ വർഗീയവൽക്കരണം കൊണ്ട് ജയിക്കാൻ കഴിയില്ല എന്നവർക്ക് ബോധ്യമായപ്പോൾ പ്രതിപക്ഷത്തെ അടിച്ചമർത്തുകയാണ്. കേരളത്തിലൊന്നും പിന്നെ നടക്കില്ല എന്നുള്ളതുകൊണ്ടാണ് ഇങ്ങോട്ട് വരാത്ത, ആഗ്രഹമില്ലാത്തതുകൊണ്ടല്ല. അല്ല, ഇപ്പോൾ ഈ പുതിയ കേസ് വഴി വരാനൊരു ശ്രമം നടത്തുന്നുണ്ട്. കേരള മുഖ്യമന്ത്രി തന്നെയാണ് ലക്ഷ്യം വെക്കുന്നതെന്ന് തോന്നുന്നുണ്ടോ നിങ്ങൾക്ക്? അത് പലരുടെ ആഗ്രഹമാണ്. അതൊന്നും ഇവിടെ നടക്കില്ല, കേരളത്തിൽ നടക്കില്ല. ഇല്ലെന്ന് തന്നെയാണ് വിശ്വസിക്കുന്നത്. തീർച്ചയായിട്ടും അനങ്ങാൻ പറ്റില്ല. ഒപ്പം ഈ കോൺഗ്രസ് ഇപ്പോൾ പരിഹസിക്കുന്നത് ഈ LDF മത്സരിക്കുന്ന അല്ലെങ്കിൽ CPM മത്സരിക്കുന്നത് ഈ ചിഹ്നം രക്ഷപ്പെടുത്താൻ വേണ്ടിയാണ്. ഈനാമ്പേച്ചിയും മരപ്പട്ടിയും നീരാളിയും ഒന്നും വരാൻ വേണ്ടിയല്ല, പക്ഷെ ഞങ്ങൾ മത്സരിക്കുന്നത് ഇന്ത്യ ഭരിക്കാനാണ് എന്നാണ് അവകാശപ്പെടുന്നത്. കോൺഗ്രസിന്റെ ദയനീയമായ അവസ്ഥ കാണുന്ന ഒരാൾക്കും അവരുടെ ഈ അവകാശവാദം ശരിയാണെന്ന് പറയാൻ പറ്റില്ല. ഭരണമുണ്ടായിരുന്ന, നേരത്തെ ഭരിച്ചിരുന്ന മധ്യപ്രദേശിലും രാജസ്ഥാനും അവർ നഷ്ടപ്പെടുത്തി. ഹിമാചൽ പ്രദേശിലെ 8 MLA-മാർ ഉത്തരാഖണ്ഡിൽ BJPയുടെ കസ്റ്റഡിയിലാണ്. എന്നാണ് ആ ഗവൺമെന്റ് പൊളിഞ്ഞു വീഴുകയെന്നറിയില്ല. അവർക്ക് ഇന്ത്യ രാജ്യത്ത് എവിടെയാണ് സ്വാധീനമുള്ളത്? അവർക്ക് നിലവിലുള്ള അവസ്ഥ പുനഃസ്ഥാപിക്കാൻ കഴിയുമെന്ന് സംശയമാണ്. ഇടതുപക്ഷ പ്രാദേശിക മതേതര പാർട്ടികൾ ചേർന്ന ഒരു കൂട്ടുകെട്ടായിരിക്കും പാർലമെന്റിൽ ഡോമിനേറ്റ് ചെയ്യുക. ആ കൂട്ടത്തിൽ കോൺഗ്രസും ഉണ്ടാവും. ഞങ്ങൾ കോൺഗ്രസുമായി ചില സംസ്ഥാനങ്ങളിൽ ധാരണയുണ്ടാക്കുന്നുണ്ട്. BJP ഇതര വോട്ടുകൾ ഭിന്നിക്കാതിരിക്കാൻ ആത്മാർത്ഥമായി ചെയ്യുന്നുണ്ട്. എന്നാൽ BJPക്കെതിരായി ഫൈറ്റ് ചെയ്യേണ്ട രാഹുൽ ഗാന്ധി ഇവിടെ LDFനെതിരായി മത്സരിക്കാനാണ് വന്നിരിക്കുന്നത്. രാഷ്ട്രീയ പാപ്പരത്വം എന്ന് പറഞ്ഞാൽ അതാണ്. അദ്ദേഹത്തിന് ധൈര്യമുണ്ടെങ്കിൽ ഉത്തർപ്രദേശിലോ ബീഹാറിലോ മുഖാമുഖം BJPയോട് ഏറ്റുമുട്ടണം. ഇവിടെ എന്ത് BJP ഉള്ളത്? ഇവിടെ LDFും UDFും മത്സരിച്ചാലും BJP ജയിക്കില്ല. ഇതാണ് കോൺഗ്രസ്. കോൺഗ്രസിനെ വിശ്വസിച്ചുകൊണ്ട് ഇന്ത്യയിൽ മതനിരപേക്ഷത വിജയിപ്പിക്കാൻ കഴിയുമെന്ന് ഒരാളും വിശ്വസിക്കുന്നില്ല. എന്താണ് നോമിനേഷൻ? 3-ാം തീയതി. എന്തായാലും 3-ാം തീയതി അദ്ദേഹം നോമിനേഷൻ നൽകും. UDF സ്ഥാനാർത്ഥി MK രാഘവൻ ഇന്ന് ബാലുശ്ശേരി മേഖലയിലാണ് പര്യടനം നടത്തുന്നത്. അദ്ദേഹം നാളെ പത്രിക സമർപ്പിക്കും എന്നാണ് അറിയിച്ചിരിക്കുന്നത്. എന്തായാലും കോൺഗ്രസിനെതിരെ രൂക്ഷമായ വിമർശനങ്ങളാണ് എളമരം കരീം മുന്നോട്ട് വയ്ക്കുന്നത്.